AGP. ഞാൻ ഒരാഴ്ച മുന്നേ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ആവശ്യത്തിനായിട്ട് അഭിലാഷ് ആട്ടായത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിനെ തൻ്റെ കോണ്ടാക്ട് നമ്പർ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. പക്ഷെ പുള്ളി അത് തന്നില്ല. പുള്ളി എന്തൊക്കെ പറയാം. എന്താണ് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വിഷയം? ഞങ്ങൾ തമ്മിൽ അഭിനയിച്ച 2 വർക്ക് ഇറങ്ങാനുണ്ട്. അതുകൊണ്ട് ആ വർക്ക് ഇറങ്ങിയിട്ടേ പുതിയ കരാറ് ചെയ്യുമെന്നൊരു കരാറുണ്ട്. അനുമോളോട് സംസാരിക്കണില്ലേ? അനുമോൾക്ക് ചെറിയ ചാടുണ്ട്. അനുമോളിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ. പിന്നെ നമ്മൾ മറ്റേ എന്തോ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ കരിയർ വൈറലാകാൻ നോക്കിയാണ്. ഞാൻ അത്യാവശ്യം വൈറലായി നിൽക്കുന്നതല്ല. പിന്നെ നടിമാരൊക്കെ നടിമാരല്ലല്ലോ, ഒരു സ്റ്റാർ മാജിക് താരമല്ലോ. സിനിമ താരോ സീരിയൽ തടിയുന്നവരല്ലോ, സ്റ്റാർ മാജിക് താരമല്ലോ. അത് കുഴപ്പമില്ല. നമ്മളെല്ലാവരും അനിയത്തിയെപ്പോലെ കാണുന്നു. പക്ഷെ എല്ലാവരും അങ്ങനെയല്ല കാണുന്നു. ചില നടിമാർ നമ്മൾ അനിയനെപ്പോലെ കാണുന്ന ആൾക്കാരുണ്ട്. ഫിലിപ്പൊക്കെ അങ്ങനെയായിരുന്നു. തിയേറ്റർ വെച്ച് കഴിഞ്ഞ ദിവസം ചോദിച്ചത് പൈനാപ്പിളുള്ളതുകൊണ്ട് കൂട്ടുകാരെന്തെങ്കിലും ചോദിച്ചത് കമൻറ്റ് ബോക്സിൽ അപ്പം തന്നെ പേരെന്ന് ചോദിക്കുന്നു. നമുക്ക് റീച്ചാണതല്ല. ഡ്രസ്സ് നോക്കണ്ട. ലേഡീസിൻ്റെ ഡ്രസ്സല്ലേ നമ്മളിപ്പോൾ അടുത്ത ആഴ്ച ഗേൾഫ്രണ്ടിനെങ്ങാനും ഗിഫ്റ്റ് കൊടുക്കാൻ. ഗേൾഫ്രണ്ട് അല്ല, കല്യാണം കഴിക്കുന്ന പെണ്ണിന് ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കണ്ടോ? നോക്കാം. കൊച്ചു കുട്ടികൾക്ക് പോലും AGP അറിയാം. അപ്പോൾ ഒരു സ്റ്റാർ മാജിക്കിൻ്റെ ഗെയിമിൽ എപ്പോഴും നമ്മളടുത്തേക്ക് പോലും പോയില്ല. പക്ഷേ ഭയങ്കര വിഷമമായില്ലേ ഇപ്പം അനു പറഞ്ഞത്? നമ്മൾ അനു ഫാനായിട്ടല്ല, TV സ്റ്റാറായിട്ടല്ല നമ്മളെ പെങ്ങളെ പോലെ കണ്ടു. പക്ഷേ ഞാൻ മാറിയുന്ന കണ്ടു. പക്ഷേ നമ്മളടുത്തേക്ക് ചെല്ലാൻ താല്പര്യമില്ല. കാരണം നമ്മൾ എന്താ പറയുക, ഒരു ഷിയാസ് കരീമൻ സാറിൻ്റെ പോയപ്പോൾ ഭയങ്കര ഫോട്ടോ എടുക്കാൻ ട്രോളൊക്കെ വന്നാണ്. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഫെസ്റ്റിവലിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. ആളുകളോട് പങ്കെടുക്കാൻ ഇന്ന് കാണിച്ചു കൊടുക്കായിരുന്നു. ഇതാണ് അലൻ ജോസ് പെരേര കഞ്ഞി പാടും. അനുമോള് പറഞ്ഞു കേട്ടില്ല. എന്തുകൊണ്ടാണ് അനുമോളെ പോയി പരിചയപ്പെടാറ്? താല്പര്യമില്ല. നേരത്തെ ഒരു ദിവസം ഷിയാസ് കട അവരോടേക്ക് പരിചയപ്പെട്ടാൽ മതി. ട്രോള് വന്നാൽ ട്രോള് വരുന്നത് നമുക്കത് പ്രശ്നമുള്ളൂ. കാരണം ഇന്നാൾ FK വിളിച്ച് വിലക്കിയതാണ് ഇങ്ങനെയുള്ള നടിമാരുടെ ഇഷ്യൂകളുടെ പഠനം. അതുകൊണ്ട് നമ്മൾ അടുത്തേക്ക് ചെല്ലാത്തത്. കാരണം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഒരു ഫോട്ടോ കൊടുക്കുമ്പോൾ അത് നമുക്കൊരു മൈൻഡ് റിഫ്രഷാണ്. അല്ലാണ്ട് ഈ ഒരു ഫോട്ടോ കൊടുത്തെന്ന് പറഞ്ഞ ആളെ ഈ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു നടി നമ്മുടെ ലൈഫ് പാർട്ട്ണറാകും ഇല്ല. മനസ്സിലായോ? അപ്പോൾ നമ്മളൊരു പെങ്ങളെ പോലെ കാണുന്ന ആൾക്കാർ നമ്മളെ ചില സമയത്ത് അവോയ്ഡ് ചെയ്യുമ്പോൾ വിഷമമുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ജീവനെയൊക്കെ സ്നേഹിക്കുന്ന വ്യക്തിയാണ് വേറെ കൂട്ടുകാരി. ഫീലിങ്സ് ആകുമല്ലോ. കാരണം നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളോടല്ല ഈ പ്രോഗ്രാമിൽ ചിരിച്ചും തമാശ പറഞ്ഞൊക്കെ ചെയ്യുന്ന വ്യക്തി റിയൽ ലൈഫിൽ ഒരു സാധാരണക്കാരൻ അല്ലെങ്കിൽ നമ്മളൊരു ഫെയിം പോട്ടെ ഒരു സാധാരണക്കാരനോട് എങ്ങനെ പെരുമാറും കാണുമ്പോഴുള്ള റിയാക്ഷൻ മനസ്സിലായത്. പുള്ളിക്കാരത്തി എന്തോ ഒരു സമ്മാനം കൊടുക്കുന്നതിന് കണ്ടിരുന്നു പെൺകുട്ടിക്ക്. അപ്പോൾ എന്തായാലും ഈ താരചാട അത്ര നല്ലതെന്ന് പറയും. AGP എന്ന് ചോദിക്കുമ്പോൾ ആർക്കും അറിയില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികൾക്ക് പോലും അറിയാം. ചെറിയ പിഞ്ചു കുട്ടികൾക്ക് പോലും അതിനെ വലിയ കാര്യമായിട്ട് കാണുന്നില്ല. പക്ഷേ അറിയില്ലാത്ത സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഓടിയൊന്നുമില്ല. ഞാൻ കറക്റ്റായിട്ട് ചോദിച്ചത് അലൻ ജോസ് പെരേരയെ അറിയോ? AGP എന്നല്ല ഞാൻ ചോദിച്ചത്. അലൻ ജോസ് പെരേരയെ അറിയോ എന്ന് ചോദിച്ചപ്പോൾ അനുമോട് പറഞ്ഞു അറിയില്ല എന്ന്. ഓരോരുത്തരുടെയും വിലക്കുകളായിരിക്കാം സിനിമ സംബന്ധമായിട്ട് സീരിയൽ സംബന്ധമായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട്. ഇപ്പം ഞാനും ഒരു ആർട്ടിസ്റ്റാണ്. അതാരും അംഗീകരിച്ചില്ലെങ്കിൽ കൂടി ഇപ്പോൾ ഗുലാം തട്ടുകട, കൂടൽ, ചോര വെസ്കി സിനിമകളിൽ അത്യാവശ്യം ഡയലോഗ് പറഞ്ഞുള്ള വേഷങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡയലോഗ് പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് ആകുമല്ലോ. ഡബ് ചെയ്യും, ഡബിങ് തിയേറ്ററിൽ പോയിട്ട് ഡബ് ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസം ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ സൗത്ത് സ്റ്റുഡിയോയിൽ പോയി ഡബ് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം മോഡിഫൈ ചെയ്ത് മാറിയ ഒരു തലമുറ വരുന്നു. മാറുന്ന കാറ്റ്. കാരണം
നാളെ ഒരു അമ്മ സംഘടനയിലേക്ക് ഫസ്റ്റ് കെയിലൊക്കെ ഒരു എന്താ പറയുക ഒരു നടനായിട്ട് വിളിക്കും, ഒരു മെമ്പറായിട്ട് മാറുമെന്ന് തന്നെ പറയാൻ പറ്റും. കാരണം വിലക്കെന്ന് പറയുമ്പോൾ നമ്മളൊരു പടം വരുമ്പോൾ തടയില്ലല്ലോ. കാരണം നമ്മുടെ പടങ്ങൾ പോസ്റ്ററിലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ നായകനല്ലല്ലോ, എങ്കിലും ചോലവെസ്കിയിലൊക്കെ പ്രതീക്ഷിക്കാം പോസ്റ്ററിലൊക്കെ. കാരണം വീഡിയോ സോങ്ങിലൊക്കെ ഉണ്ട്, കിംബോയൊക്കെ ഉണ്ട്. പക്ഷേ കിംബോയിനേക്കാളും കൂടുതൽ പടങ്ങളിൽ ഞാനാണ് കൂടുതലും ആക്ട് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് പടങ്ങൾ ഓഫർ നോക്കേണ്ട അത് ചെയ്യാനുണ്ട്. പിന്നെ പല പടങ്ങളും കമ്മിറ്റ് ചെയ്തിട്ടും അത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി പല രീതിയിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെ വിലക്കും മറികടന്നും സിനിമയിൽ ഒരു സ്റ്റാർഡം കണ്ടെത്തും. അതിന് പുറമെ സോഷ്യൽ മീഡിയയിൽ സ്റ്റാർഡം ഉണ്ടല്ലോ. താങ്ക് യു.